ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, ജേണി വിത്ത് ജസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജസ്റ്റിൻ. അപ്പോൾ നമ്മൾ ദുബൈയിലെ മിറാക്കിൾ ഗാർഡൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ ഇപ്പോൾ നമ്മൾ ശോഭ റിയൽറ്റിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ട്രാം എടുത്തിട്ട് നമ്മൾ അടുത്തൊരു കാഴ്ചയിലേക്കാണ് പോവുക. അപ്പോൾ അത് നമ്മുടെ അറ്റ്ലാന്റിസ്. അപ്പോൾ ഇതാ ശോഭ റിയൽറ്റി നമ്മൾ തൊട്ടടുത്തായിട്ട് കാണുന്ന ഈ ഒരു മോണോ റെയിലിൻ്റെ സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുക. അപ്പോൾ ഈ ഒരു ഷെയ്ഖ് സായിദ് റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഈ ശോഭ റിയൽറ്റിയുടെ ആ ഒരു മെട്രോ സ്റ്റേഷൻ വരുന്നത്. അതേപോലെ എന്താ ദുബൈ മറീനയുടെ നമ്മുടെ ട്രാം സ്റ്റേഷൻ വരുന്നത് ഇവിടുന്നാണ്. അപ്പോൾ നമ്മൾ ട്രാം എടുക്കാൻ വേണ്ടി ഇതാ ഇവിടുന്ന് നേരെ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു ശോഭ റിയൽറ്റി ഒരു റെഡ് ലൈനാണ് നമ്മുടെ ഈ ദുബൈയിലെ മെട്രോയ്ക്കകത്ത് വരുന്ന ആ ഒരു സ്റ്റേഷന്. അപ്പോൾ അവിടെ വന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രാം എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഇട്ട് അതേപോലെ കാർഡ് ഇട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത് അപ്പുറത്തെ വശത്തായിരുന്നു ടിക്കറ്റ് ഇങ്ങേ സൈഡിലേക്ക് വരണം. ഈ ശോഭ ഈ റിയൽറ്റിയുടെ ഈ ഒരു മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ടുള്ള സ്റ്റേഷനിൽ നിന്നാണ് പാം ചുമരയിലേക്ക് പോകുന്നത്. ഞങ്ങൾ അപ്പുറത്തെ സൈഡിലാണ് മുമ്പേ പോയത്. The next train destination is Al Sufi. The gold class is at the front. And upgrade to the doors closing. ഈ ട്രെയിനകത്ത് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ദുബൈയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഒരു ഹൈ റൈസസും കാണാൻ പറ്റും. രണ്ട് സൈഡ് റോഡും നല്ല കളർഫുൾ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓരോ ബിൽഡിങ്ങും ഓരോ തീമിലൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു യൂണിറ്റി ഒന്നും കാണുന്നില്ല. എല്ലാത്തിലും ഇങ്ങനെ പല കളറുകളും പല പല സൈസിലുള്ള ബിൽഡിംഗ് ഒക്കെയാണ്. ട്രാം ഈ റോഡൊക്കെ ക്രോസ് ചെയ്ത് തന്നെയാണ് വന്നത്. വണ്ടിയൊക്കെ പോകുന്ന ഒരു സൈഡിൽ കൂടെ തന്നെയാണ് ഈ സ്റ്റേഷനൊക്കെ വരുന്നത്. അത് കാരണം എളുപ്പമാണ് നമുക്ക് ഈ സ്റ്റേഷനിലേക്ക് വന്ന് സ്റ്റെയറൊന്നും കയറേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാ ഒരു സ്റ്റോപ്പുകളിലും അധികം തിരക്കൊന്നും കാണുന്നൊന്നുമില്ല. എനിക്ക് രാവിലെയും വൈകുന്നേരമാണ്. നമ്മളിപ്പോൾ ഉച്ച സമയത്താണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ ഈ ട്രാമിൻ്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് 5 ദിർഹം മുതൽ 50 ദിർഹം വരെയുള്ള നോട്ടാണ് കൊടുക്കാൻ പറ്റുക. അതേപോലെ തന്നെ 100 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടത്തില്ല. അല്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ട്രാമിൻ്റെ യാത്ര ഭയങ്കര രസമാണ്. നമുക്ക് ഈ രണ്ട് സൈഡിലുള്ള ഒരു കാഴ്ചകൾ മനോഹരമായൊരിതാണ്. ട്രാഫിക് ജാം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റും. ട്രാം നമുക്ക് ഒരിടത്ത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അത് കാരണം റോഡിലേക്ക് എല്ലാ ട്രാഫിക് ജാമിനെ അവോയ്ഡ് ചെയ്ത് നല്ലൊരു കാഴ്ച സമ്മാനിക്കുന്ന ഒരു യാത്രയാണ്. അപ്പം നമ്മളിപ്പോൾ ഇറങ്ങാൻ പോകുന്ന സ്ഥലമാണ് പാം ജുമേറി സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഇനി മോണോ റെയിലിന് വേണ്ടിയുള്ള യാത്ര തുടങ്ങുക. ഇവിടെ വെളിയിൽ വന്ന് ഇത് സ്കാൻ ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ആ ടോപ്പിലായിട്ട് കാണുന്ന ആ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ ഒരു ഓവർ ബ്രിഡ്ജ് കയറിയിട്ടാണ് നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ വശത്തേക്ക് നമ്മൾ ചെല്ലണം. അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് മോണോ റെയിൽ കിട്ടുക. ഈ ഓവർ ബ്രിഡ്ജ് ആണെങ്കിലും എയർ കണ്ടീഷൻ, അത് കാരണം വലിയ ചൂടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ ഈ ഒരു വഴി കൂടെ മാത്രമാണ് നമുക്ക് ആ ഒരു മോണോ റെയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഇത് റോഡിന് നല്ല വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മളിത് അങ്ങനെ ഇവിടെ മോണോ റെയിൽ സ്റ്റേഷൻ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഗേറ്റ് വേ സ്റ്റേഷനാണ്. ഗേറ്റ് വേ സ്റ്റേഷനകത്ത് നമുക്ക് ടിക്കറ്റ് എടുക്കണം. നമ്മളിപ്പം മറ്റേ ടിക്കറ്റ് അവിടെ കൊണ്ട് തീർന്നു. അപ്പോൾ ടിക്കറ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ടിക്കറ്റ് വരുന്നത് 20 ദിർഹമാണ്. അപ്പം നമ്മളിത് അങ്ങനെ ആ ടിക്കറ്റ് എടുത്ത് സ്കാൻ ചെയ്ത് ഗേറ്റ് ഓപ്പണായി നമ്മൾ അകത്തേക്ക് കയറി. അപ്പോൾ ഈ ഒരു എലിവേറ്റർ കയറി നമ്മൾ മുകളിലേക്ക് പോകണം. മോണോ റെയിലും കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ട്രെയിൻ ഇതാ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ട്രെയിനകത്ത് കയറി ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുവാണെങ്കിലാണ് നമുക്ക് ഏറ്റവും നല്ലൊരു വ്യൂ കിട്ടുക. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫ്രണ്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ അപ്പോൾ ഈ ഒരു വ്യൂ ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ്. ശരിക്കും ഈ 360 വ്യൂ നമ്മൾ ആ ഒരു 20 ദിർഹം ഒക്കെ കൊടുത്തെന്ന് പറഞ്ഞാൽ ആ വ്യൂ പൊളിയാണ്. കുറേ അധികം അപ്പാർട്ട്മെൻറ്റ്സുകളും അതിന് റോഡും ഒക്കെ ടോപ്പിൽ കൂടി ഇങ്ങനെ നമ്മൾ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ ഒരു സൈഡ് മൊത്തം. അപ്പോൾ ഈ മോണോറെയിലിൻ്റെ യാത്ര കണ്ട് ശരിക്കും ആ പച്ചപ്പിനകത്തൂടിയുള്ള ഇങ്ങനെ ഒരു തുരുത്തിനകത്തൂടെ പോകുന്ന ഒരു ഫീൽ അല്ലേ, കൊള്ളാം, പൊളിയാണ്.
നമ്മൾ ദൂരത്തായിട്ട് കാണുന്നതാണ് അറ്റ്ലാന്റിസ് ഹോട്ടൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ലക്ഷറി ഹോട്ടലാണ്. അപ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് ഈ ഒരു മോണോ റെയിലിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ദൂരത്തായിട്ടുള്ള ആ ഒരു ഏരിയയിലാണ് നമ്മുടെ അറ്റ്ലാന്റിസ് സ്റ്റേഷൻ വരുന്നത്. അവിടെയാണ് നമ്മുടെ എൻഡ് സ്റ്റേഷൻ. അപ്പോൾ ഈ ട്രാക്ക് ഇങ്ങനെ നേരെ ശരിക്കും പറഞ്ഞാൽ അതിനെ കീറി മുറിച്ച് പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ച മനോഹരമായ ഒരു വ്യൂ ആണ്. രണ്ട് സൈഡിലെ വണ്ടികളും ഈ ഒരു ടോപ്പിൽ നിന്ന് കാണുമ്പോൾ ഉള്ളൊരു ഭംഗിയല്ലേ, കൊള്ളാം, പൊളി ഗൈസ്. നമ്മൾ ഈ അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ മോണോറെയിൽ പോകുന്നത്. നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ നേരെ അതിനെ ക്രോസ് ചെയ്യുമെന്നൊക്കെ തോന്നും. പക്ഷേ അതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ കയറി പോവാണ്. ദൂരത്ത് കാണുന്ന ആ ഒരു സ്റ്റോപ്പാണ് നമ്മുടെ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ഈ മോണോറെയിലിൻ്റെ. അപ്പോൾ ഈ ദുബായ് മോണോറെയിൽ നമ്മൾ ഈ ഒരു ബീച്ചും ഈ ഒരു വ്യൂവും സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹോട്ട് ബലൂണ് പരിപാടികളൊക്കെ ഉണ്ട്. ഒത്തിരി ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ഏരിയയാണ്. ശരിക്കും ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വന്ന് പോകുന്ന ഒരു സ്ഥലമാണ് ദുബൈയുടെ ഈ ഒരു ഏരിയ. നമ്മൾ അങ്ങനെ അറ്റ്ലാന്റിസ് സ്റ്റേഷനിലെത്തി. അറ്റ്ലാന്റിസ് സ്റ്റേഷനിലെത്തി കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഡെഡിന് കേട്ടോ. അവിടെയായിട്ടാണ് അതിൻ്റെ റെയിൽ സ്റ്റോപ്പ് ആകുന്നത്. അപ്പോൾ അവിടെ ദൂരത്തായിട്ട് നമുക്ക് ബോട്ടൊക്കെ പോകുന്നത് കാണാൻ പറ്റും. നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേസിങ് വ്യൂ ആ ഗൈസ്. ഇതാ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ആ ദൂരത്തായിട്ടുള്ള കടലിനകത്ത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഐലൻഡ് പോലെ സൃഷ്ടിച്ചിരിക്കുന്നതാണ് ഈ പാം. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബീച്ചിനകത്തൂടെ ഒന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു നമ്മുടെ സ്കൈ വീലുണ്ട്. അത് ആദ്യം ഇങ്ങനെ മനോഹരമായിട്ടിരിക്കുന്ന കുറേയധികം ബോട്ടുകളുടെ കാഴ്ചയൊക്കെ ഉണ്ട്. ഈ സ്കൈ വ്യൂയിലൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ പാം എന്നുള്ള ഒരു പാം ട്രീയുടെ പോലെ ഷേപ്പിൽ മനുഷ്യനിർമ്മിതമായിട്ട് നിർമ്മിച്ചെടുത്തിരിക്കുന്നതാണ്. അതിന് നടുക്കായിട്ടാണ് ഈ അറ്റ്ലാന്റിക് ഹോട്ടലുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു അഡ്വഞ്ചർ പാർക്കുണ്ട്. അതിൻ്റെ കുറേ നല്ല കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതൊക്കെ നമുക്ക് ഒരു 2 ദിവസമൊക്കെ എടുത്ത് എക്സ്പ്ലോർ ചെയ്യേണ്ട പരിപാടിയാണ്. നമ്മൾ ഈ 1 ഡേ പരിപാടിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കൊന്നും അധികം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് 2 സൈഡിലും കാണുന്ന കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ആ ദൂരത്തായിട്ട് ആ ദുബായ് സിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കടലിൻ്റെ കാഴ്ചകൾ, അതിനകത്തൂടെ ബോട്ട് പോകുന്നത്. അപ്പോൾ പല സമയത്തും നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റും കാണാൻ പറ്റും, ബോട്ടും കാണാൻ പറ്റും, അതേപോലെ തന്നെ നമ്മുടെ ട്രെയിനും കാണാൻ പറ്റും. നമ്മളുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മളിതാ തിരിച്ച് മോണോറെയിൽ സിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് ദുബായ് ഫ്രെയിമിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ദുബായ് ഫ്രെയിമിൻ്റെ കിട്ടു കാഴ്ചകളിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.